പ്ലാസ്റ്റിക് കുപ്പികളിൽ വിൽക്കുന്ന മദ്യത്തിന് 20 രൂപ അധികം നൽകണം ഇന്നു മുതൽ. ആ പരിഷ്കാരം സംസ്ഥാനത്തെ 20 ബെവറേജസ് ഔട്ട്ലെറ്റ് കോർപ്പറേഷന്റെ 20 ഔട്ട്ലെറ്റുകളിലാണ് ഇന്നു മുതൽ നടപ്പാക്കുന്നത്. തിരുവനന്തപുരത്തെ 10ഉം കണ്ണൂരിലെ 10ഉം ഒരു മാസം ഇതൊരു പൈലറ്റ് പ്രോജക്ട് എന്നതിൽ നടപ്പാക്കും. അത് വിജയിച്ചാൽ മറ്റ് ഔട്ട്ലെറ്റുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ബെവറേജസ് കോർപ്പറേഷന്റെ തീരുമാനം. പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് പറയുന്നത്. 20 രൂപ അധികം വാങ്ങും. ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വിൽക്കുന്ന മദ്യത്തിന് 20 രൂപ അധികം വാങ്ങും. പിന്നീട് അത് തിരികെ അതേ ഔട്ട്ലെറ്റുകളിൽ കൊണ്ട് തിരികെ ഏൽപ്പിക്കണമെന്നുള്ളതാണ് പുതിയ നിർദ്ദേശം. അങ്ങനെ തിരികെ ഏൽപ്പിക്കുമ്പോൾ 20 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൊടുക്കുന്നതിനോട് യോജിപ്പാണ്. എന്താണ് അഭിപ്രായം? നല്ല കാര്യം. നല്ല കാര്യമാണോ? ഈ കുപ്പി തിരിച്ചു കൊണ്ട് കൊടുക്കും. ഈ കുപ്പി തിരിച്ചു കൊണ്ട് കൊടുക്കുമോ? കൊടുക്കും. ഒരു ഭാഗം അവര് പറഞ്ഞെങ്കിൽ ഒരു ചാക്ക് കൊണ്ട് കൊടുത്തത്. ചാക്ക് കൊണ്ട് കൊടുത്തത് അത്രയ്ക്ക് ഉണ്ടല്ലേ? പിന്നെ പഴയതില്ല, ഇന്നോട്ടേ ഉള്ളൂ. ഇന്നോട്ട് അപ്പൊ ഇന്നോട്ട് ഈ കപ്പിനൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്താ 20 രൂപ. ഒന്നും ശരിയായ കാര്യമേ അല്ല. ഒരാളിപ്പോഴത്തെ വീട്ടിൽ ഒളിച്ചും പതുങ്ങിയായിരിക്കും ഒരു കുപ്പി വാങ്ങിക്കണത്. അവൻ ഇനി അവിടെ പോയി ഒളിച്ചും പതുങ്ങിയും കുടിച്ചിട്ട് കുപ്പിയും കൂടെ ഒളിച്ചും പതുങ്ങി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യം. 20 രൂപയുടെ അല്ല, ഇതൊരു വലിയ ഇത് അറിയില്ല. അതുതന്നെയാണ് അത്തരം പ്രതികരണം തന്നെയാണ് വരുന്നത്. ഇത് ന്യായമായ തീരുമാനമല്ല എന്ന പ്രതികരണമുണ്ട്. ചില ആളുകൾ അതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. സഞ്ജിക്ക് എപ്പോഴേ കൊണ്ടുവന്നോ? സഞ്ജി സർക്കാർ തരുമെന്നാണ് പറയുന്നത്. അത് പൈസ കൊടുക്കണം. അത് വേണ്ട, നമുക്ക് വേണ്ട. നമ്മൾ ഒരെണ്ണം എടുക്കാനാണ് വന്നത്, 10 എണ്ണം മാറ്റാനല്ല വന്നത്. അടുത്ത ആഴ്ച തൊട്ട് അടുത്ത മാസം തൊട്ട് വീണ്ടും ഇവിടെ തന്നെ 2 രൂപ പേപ്പറൊന്നും 8 എണ്ണം വാങ്ങിക്കുമ്പോ 2 രൂപ തരണത്. ഇതാകുമ്പോ സഞ്ചിയിൽ ഇട്ടുകൊണ്ട് പോവാം. കുപ്പി തിരിച്ചു കൊടുക്കുമോ? കുപ്പി എന്തിനാണ് തിരിച്ചു കൊടുക്കണേ? തിരിച്ചു കൊടുത്താൽ 20 രൂപ കിട്ടും തന്നെ. അതിന്റെ വീട്ടിൽ ഒരുപാട് കുപ്പി കിടക്കണം. ഇത് പറയുന്നത് മനസ്സിലാകും. നല്ല കാര്യമാണ്. കുപ്പികൾ റോഡിൽ വലിച്ചെറിയില്ല ആരും. അവര് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുമല്ലോ. അപ്പൊ 20 രൂപ കൂടുന്ന പ്രശ്നമില്ല. 20 രൂപ കൂടുന്നതിൽ പ്രശ്നമില്ല. മദ്യത്തിന് ഇനി എത്ര രൂപ കൂടിയിരുന്നാലും ആൾക്കാർ വരും, മദ്യം വാങ്ങും. തിരിച്ചു കൊണ്ട് കൊടുക്കുമോ? അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല. കാരണം എല്ലാ ജനങ്ങളും തിരിച്ചു കൊടുക്കും. ഞാൻ തിരിച്ചു കൊടുക്കും. കാരണം എന്റെ പൈസയല്ലേ പോയെ. എന്റെ 20 രൂപ പോയപ്പോഴത്തേക്ക് എനിക്കത് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അത് തിരിച്ചു വാങ്ങണം. ആ പൈസ തിരിച്ചു വാങ്ങണമെങ്കിൽ ഞാൻ ആ സാധനത്തിന് സേഫ്റ്റി ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പൊ എത്ര കുപ്പിയാണ് എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്, ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള സീൽ വെച്ചിട്ടുള്ളത്, അത് എന്റെ കയ്യിൽ എത്ര കുപ്പിയുണ്ടോ അത്രയും കൊണ്ട് കൊടുത്തിട്ട് ഞാൻ കാശ് മേടിക്കും. അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതിപ്പം വാങ്ങിച്ചിട്ട് പോയൊരു കുപ്പിയായിട്ട് തിരിച്ചു വരത്തില്ല. അപ്പൊ അവർക്ക് അത്രയും കൂടെ ഖജനാവിലേക്ക് പൈസ ഉണ്ടാക്കാം. ആ ഒരു മാർഗമാണ് അവർ സ്വീകരിക്കുന്നത്. ഇനിയിപ്പോ അടുത്തത് സഞ്ചി തരാൻ പോവുകയാണ്. സഞ്ചി വരുമ്പോ അതിനും കൂടെ പൈസ കൊടുത്ത് വാങ്ങിച്ചോണം. അപ്പൊ അത്രയും കൂടെ പൈസ അവരുടെ ഖജനാവിലേക്ക് കയറും. പാവപ്പെട്ടവര് ഒരു ക്വാർട്ടർ അടിക്കാൻ വരുന്നവർക്ക് ചിലപ്പോൾ ആ പൈസ കാണുള്ളൂ, വാങ്ങിക്കാൻ പറ്റില്ല, തിരിച്ചു കൊണ്ടുവരും. ആ ഒരു അവസ്ഥയാണ്. നല്ല തീരുമാനമല്ല. അല്ലല്ല, വളരെ മോശമായ തീരുമാനമാണ്. ഓക്കെ, താങ്ക് യു. മണ്ടന്മാരാവുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മണ്ടന്മാരാവുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും വേണം, തിരിച്ച് ഈ കുപ്പിയും കൊണ്ട് കൊടുക്കുകയും വേണം. എല്ലാവരുടെയും ആ കുപ്പി തിരിച്ചു കഴിയും വേണം, ചെറുന്ന് വരികയും വേണം. തിരിപ്പിക്കേണ്ട കുപ്പീനെ കൊണ്ട് തിരിച്ചു കൊടുക്കണം, കളയരുത്. 20 രൂപ. ഇനി മുതൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ, മദ്യക്കുപ്പികളിൽ ഒരു ഹോളോഗ്രാം പതിക്കും. അതിനായുള്ള ഹോളോഗ്രാം സ്റ്റിക്കറൊക്കെ ഇവിടെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ജീവനക്കാർക്ക് ഇത് ഇരട്ടി ജോലിയാണെന്നത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ആൾ മദ്യം വാങ്ങാൻ എത്തുമ്പോഴും ഈ റോളിൽ നിന്ന് ഒരു സ്റ്റിക്കർ എടുത്ത് ആ കുപ്പിയിൽ ഒട്ടിക്കണം. ആ കുപ്പിയിൽ പതിച്ച ശേഷം മാത്രമേ ആളുകൾക്ക് കൊടുക്കാൻ കഴിയൂ. 20 രൂപ അധികം വാങ്ങുന്നതിന്റെ ഭാഗമായി കൂടിയാണ് അത്തരമൊരു രീതിയുള്ളത്. ഇങ്ങനെ ഈ സ്റ്റിക്കറുകൾ 20 രൂപ എന്ന് എഴുതിയ സ്റ്റിക്കർ എടുത്ത്, ഹോളോഗ്രാം അടങ്ങിയ സ്റ്റിക്കർ എടുത്ത് ഇങ്ങനെ കുപ്പിയിൽ പതിച്ചു കൊടുക്കണം. വലിയ തിരക്കൊക്കെ വരുമ്പോൾ എങ്ങനെ ഇത് കൊടുക്കുമെന്ന ചോദ്യമാണ് ജീവനക്കാരുടെ സംഘടനകളും ഒക്കെ പൊതുവിൽ ഉന്നയിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കറിയാം, പലപ്പോഴും വലിയ ക്യൂ ഈ ഔട്ട്ലെറ്റുകളിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ ആ രീതിയിൽ ഒട്ടിക്കുക അത്ര എളുപ്പമല്ല. തിരക്കില്ലാത്ത സമയത്ത് സ്വാഭാവികമായും ഇത് ഒട്ടിച്ചു പോകാനുള്ള സമയം ജീവനക്കാർക്ക് കിട്ടും. തിരക്ക് വന്നാൽ അത് ബുദ്ധിമുട്ടാകും. ഇതേ രീതിയിൽ ഇതേ ഔട്ട്ലെറ്റിലേക്ക് തന്നെ
തിരികെ വന്ന് ഇത് വാങ്ങണം, കുപ്പി തിരിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രം 20 രൂപ കിട്ടൂ എന്നുള്ളത് കൂടിയാണ് ആളുകൾക്ക് പലപ്പോഴും പ്രയാസമുണ്ടാക്കുന്നത്. വലിയ എതിർപ്പുകളും ഒക്കെ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പുതിയ പരിഷ്കാരം ജീവനക്കാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് സ്വാഗതം ചെയ്യാവുന്നതാണോ? പെട്ടെന്ന് അങ്ങനെ സ്വാഗതം ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ഗവൺമെന്റ് ഒരു ഉദ്ദേശത്തോടുകൂടി നടത്തുന്നതായതുകൊണ്ട് ജീവനക്കാർ അതിനോടൊപ്പം നിന്നു കൊടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഇതിൽ 20 രൂപ നമ്മളെ ബില്ലിലൂടെ അല്ലാതെ വരുന്ന എമൗണ്ട് ആയതുകൊണ്ട് പല വിധത്തിലുള്ള തർക്കങ്ങളും പ്രയാസങ്ങളും തുടക്കത്തിൽ നല്ല രീതിയിൽ സൃഷ്ടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ്? രാവിലെ തന്നെ ഒത്തിരി വഴക്കുകളും തർക്കങ്ങളും നടന്നു. പക്ഷെ നമുക്കവര് കൃത്യമായിട്ട് ബോധിപ്പിച്ചെടുക്കുന്നതിൽ പ്രയാസമുണ്ടാവും. മാധ്യമങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവരത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. തിരക്ക് വരുമ്പോൾ എങ്ങനെയാണ് ബില്ലിംഗ്? വലിയ പ്രയാസം ഉണ്ടാക്കും. പക്ഷെ അതിനുള്ള ജീവനക്കാരെ കൗണ്ടറിലേക്ക് തരാനാണ് MD നിർദ്ദേശിച്ചിരിക്കുന്നത്. എങ്കിലും അത് ഡെലിവറി നമുക്ക് വേഗത്തിൽ മുമ്പുണ്ടായതുപോലെ നടത്തുന്നതിന് പ്രയാസം സൃഷ്ടിക്കും. ഈ കുടുംബശ്രീയുടെ ഹരിതകർമ്മ സേനയുടെ സ്ത്രീകളോടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം നമ്മുടെ വെയർഹൗസ് മാനേജറുടെ നിർദ്ദേശപ്രകാരം ഇപ്പം നമ്മളിവിടെ ഒരാളിനെ അല്ലാതെ നമ്മൾ നിർത്തിയിട്ടുണ്ട് ഈ സ്റ്റിക്കർ കൃത്യമായി ഒട്ടിക്കാനും. ഇപ്പൊ തന്നെ ഒരു 3-4 പേര് ബോട്ടിലുകൾ തിരികെ കൊണ്ട് തരികയും അത് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിലൊരു പദ്ധതിയാണ്. ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രം കണ്ടറിയാം.